ഡൽഹിയിലേക്കൊന്ന് പോകേണ്ടതുണ്ട്. ഡൽഹിയിലെ രാഷ്ട്രീയ കൺസൾട്ടൻസി സ്ഥാപനമായ ഐപാക്കിൽ റെയ്ഡ് തടസ്സപ്പെടുത്തിയ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ ഇഡി നൽകിയ ഹർജി ഇന്ന് സുപ്രീം കോടതിയിലെത്തുകയാണ്. അന്വേഷണം തടസ്സപ്പെടുത്തൽ, തെളിവുകൾ നശിപ്പിക്കൽ എന്നിവയിൽ കേസെടുക്കണം എന്നാണ് ആവശ്യം ഉയരുന്നത്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ഒപ്പം ചേരുന്നുണ്ട്. ജിഷ്ണു, അതായത് ഈ മമതാ ബാനർജി ഈ വിഷയത്തിൽ വലിയ പ്രതിരോധത്തിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി. എന്താണ് വിവരങ്ങൾ? കൃഷ്ണ ജാനക, നമസ്തേ, ഗുഡ് മോർണിംഗ്. ബംഗാളിൽ രാഷ്ട്രീയ കൺസൾട്ടൻസിയായ ഐപാക്കിൽ അനധികൃതമായി അല്ലെങ്കിൽ അനധികൃത സാമ്പത്തിക ഇടപാടുകൾ, കള്ളപ്പണ ഇടപാടുകൾ നടന്നു എന്ന വ്യക്തമായ വിവരത്തെ തുടർന്നായിരുന്നു എൻഫോഴ്സ്മെന്റ് റെയ്ഡ് നടത്തിയത്. എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് പുരോഗമിക്കുകയും അതിൽ സ്ഥാപനത്തിലെ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉൾപ്പെടെ പിടിച്ചെടുക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലായിരുന്നു ബംഗാളിലെ മുഖ്യമന്ത്രി നേരിട്ടെത്തിക്കൊണ്ട് ഡിജിറ്റൽ ഉപകരണങ്ങൾ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരിൽ നിന്ന് പിടിച്ചു വാങ്ങുകയും ഇ ഡിയുടെ പരിശോധന തടസ്സപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിനെതിരെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ആ കേസാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതി പരിഗണിക്കുന്നത്. ഇ ഡി കോടതിയെ അറിയിച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടത്തിയത്. എന്നാൽ ആ റെയ്ഡ് മനഃപൂർവ്വം തടസ്സപ്പെടുത്തുകയാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അന്വേഷണം തടസ്സപ്പെടുത്തൽ, തെളിവുകൾ നശിപ്പിക്കൽ തുടങ്ങിയിട്ടുള്ള വകുപ്പുകൾ പ്രകാരം കേസെടുക്കാൻ അനുമതി നൽകണം എന്നുള്ളതാണ് ഇ ഡിയുടെ ആവശ്യം. ബംഗാൾ മുഖ്യമന്ത്രിക്കെതിരെ മാത്രമല്ല, ബംഗാൾ DGP, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെയും കേസെടുക്കണം. ഗുരുതരമായിട്ടുള്ള പിഴവാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. ഒരു സ്വകാര്യ കൺസൾട്ടൻസി സ്ഥാപനത്തിൽ നടത്തിയിട്ടുള്ള റെയ്ഡിനെ എന്തിനാണ് സർക്കാർ സംവിധാനങ്ങൾ തടസ്സപ്പെടുത്തിയതെന്ന ചോദ്യമാണ് ഇ ഡി സുപ്രീം കോടതിക്ക് മുൻപിൽ ഉന്നയിച്ചത്. ഇതേ കേസ് കൊൽക്കത്ത ഹൈക്കോടതിയും കഴിഞ്ഞ ദിവസം പരിഗണിച്ചിരുന്നു. ഇന്നലെ കൊൽക്കത്ത ഹൈക്കോടതിയിൽ രൂക്ഷമായിട്ടുള്ള വിമർശനവും ഗുരുതരമായിട്ടുള്ള ആരോപണവുമാണ് സംസ്ഥാന സർക്കാരിനെതിരെയും മമതാ ബാനർജിക്കെതിരെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വേണ്ടി സോളിസിറ്റർ ജനറൽ ഉന്നയിച്ചിട്ടുള്ളത്. ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നടത്തിയിട്ടുള്ള റെയ്ഡ്. ഈ ഐപാക്ക് എന്ന കൺസൾട്ടൻസി തൃണമൂൽ കോൺഗ്രസുമായി അടുത്ത ബന്ധമുള്ള സ്ഥാപനമാണ്. തെരഞ്ഞെടുപ്പുകളിൽ തൃണമൂലിൻ്റെ പ്രചാരണ രീതികൾ നിശ്ചയിക്കുന്ന, അത്തരത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഐപാക്ക് എന്നുള്ളത്. അതുകൊണ്ട് സർക്കാർ സംവിധാനങ്ങളുമായും അടുത്ത് പ്രവർത്തിക്കുകയും അവിടെ കള്ളപ്പണ ഇടപാട് നടന്നു എന്ന വ്യക്തമായ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇ ഡി പരിശോധന നടത്തിയത്. എന്നാൽ ആ പരിശോധനയ്ക്കിടെ ഡിജിറ്റൽ ഉപകരണങ്ങൾ മുഖ്യമന്ത്രി നേരിട്ടെത്തിക്കൊണ്ട് പിടിച്ചെടുത്തു. തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്കായില്ല എന്ന ഗുരുതരമായ ആരോപണം ഇന്നലെ കൊൽക്കത്ത ഹൈക്കോടതിയിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വേണ്ടി സോളിസിറ്റർ ജനറൽ ഉന്നയിച്ചിരുന്നു. ഇന്നിപ്പോൾ സുപ്രീം കോടതിയും ഈ കേസ് പരിഗണിക്കുകയാണ്. അവിടെ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടക്കുകയും ഒപ്പം അനധികൃത കള്ളപ്പണ ഇടപാടുകൾ ഈ കൺസൾട്ടൻസി ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടും ഒപ്പം അനധികൃത വോട്ടർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള ശ്രമം നടക്കുന്നതെന്ന ആരോപണം രാഷ്ട്രീയപരമായി BJP മുൻപോട്ട് വെച്ചിരുന്നു. അതുകൊണ്ടാണ് SIR-നെ മമതാ ബാനർജി എതിർക്കുന്നത് തുടങ്ങിയിട്ടുള്ള വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴാണ് കള്ളപ്പണ ഇടപാട് കേസിൽ മുഖ്യമന്ത്രി നേരിട്ടെത്തി തെളിവുകൾ തട്ടിയെടുത്തു എന്ന ആരോപണം രാജ്യത്തെ അന്വേഷണ ഏജൻസി പരമോന്നത കോടതിക്ക് മുൻപിലേക്ക് എത്തിച്ചിട്ടുള്ളത്. കൃഷ്ണരാജ്.